everybody, welcome to Dent Easy with MJ. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാത്തോളജിയിൽ ഷോർട്ടായിട്ട് ചോദിക്കുന്ന ചോദ്യമായിട്ടുള്ള അട്രോഫിയെ കുറിച്ചിട്ടാണ്. സോ ഇഫ് യു ആർ എ സെക്കൻഡ് ഇയർ ബി.ഡ് സ്റ്റുഡൻറ്റ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഫോർത്തിലെ എക്സാമിന് ക്ലിയർ ഔട്ട് ചെയ്യാം. സോ അട്രോഫിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അട്രോഫി എന്ന് നമ്മൾ മെയിൻലി പറയുന്നത് നമ്മുടെ ഒരു സെല്ലിൻ്റെ സൈസും നമ്പറും റെഡ്യൂസ്ഡ് ആവുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് അട്രോഫി. ഇറ്റ് ഇസ് എ റിഡക്ഷൻ ഓഫ് സൈസ് ആൻഡ് അതേപോലെ നമ്പർ ഓഫ് പാരൻകൈമൽ സെൽസ് നമ്മൾ പറഞ്ഞാൽ ഒരു ഓർഗനിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിലെയോ എന്താ പറയുക നമ്മുടെ സെല്ലിൻ്റെ നമ്പർ കുറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് അട്രോഫി. നമ്മുടെ സെൽ സൈസ് കുറയുക, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അട്രോഫി എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് അട്രോഫി. ഫിസിയോളജിക്കൽ അട്രോഫി ഉണ്ട്, പാത്തോളജിക്കലായിട്ടുള്ള അട്രോഫിയും ഉണ്ട്. ഇതിൽ നമ്മൾ പറയുന്നത് ഫിസിയോളജിക്കലായിട്ടുള്ള അട്രോഫി എന്ന് പറയുന്നത് മെയിനായിട്ട് ഇത് സംഭവിക്കുന്ന അട്രോഫി നമ്മളെ ഗ്ലാൻഡുകളിലാണ്. നമ്മുടെ ഇപ്പോൾ മെനോപോസ് ഒക്കെ സംഭവിച്ച സാഹചര്യത്തിൽ നമുക്ക് ഇനിയുള്ള റീപ്രൊഡക്ഷൻ്റെ എബിലിറ്റീസൊക്കെ കുറയും, നമ്മുടെ ഗ്ലാൻഡുകളുടെ പ്രവർത്തനമൊക്കെ കുറയും. സോ അങ്ങനെ ഉണ്ടാവുന്ന ഒരു അട്രോഫിയാണ് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഫിസിയോളജിക്കൽ അട്രോഫീൻ്റെ അട്രോഫി ഓഫ് ഗ്ലാൻഡ്സ് ബൈ ഇൻ മെനോപോസിന് ആഫ്റ്റർ മെനോപോസ് എന്താണ് ഒന്ന്. പിന്നെ നമ്മൾ ലിംഫോയിഡ് ടിഷ്യൂൻ്റെ അട്രോഫിയാണ് അടുത്തത് പറയുന്നത്. അതേപോലെ നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ്റെ സൈസ് കുറയും. സോ ഇതൊക്കെ അട്രോഫി ഫിസിയോളജിക്കൽ അട്രോഫീൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് പാത്തോളജിക്കലായ അട്രോഫിയിൽ നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റാവേഷനാണ്. സ്റ്റാവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഫുഡൊന്നും കഴിക്കാത്ത സമയത്ത് നമ്മൾ മെലിഞ്ഞു പോകും അല്ലേ. സോ ആ ഒരു സംഭവമാണ് ഈ ഫിസിയോളജിക്കൽ സ്റ്റാവേഷൻ്റെ കേസിൽ പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഡിപ്ലീഷൻ ഓഫ് ദ ഫാറ്റും കൊളസ്ട്രോളൊക്കെയാണ്, ഫാറ്റിനും കാർബോഹൈഡ്രേറ്റിൻ്റെ ഡിപ്ലീഷനാണ് മെയിൻലി ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കാറ്റബോളിസം ഓഫ് പ്രോട്ടീൻസും ഉണ്ടായിരിക്കും. ഇതാണ് സ്റ്റാവേഷൻ. നമ്മൾ ഫുഡൊന്നും കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ ബോഡി മെലിയും. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ബോഡി സ്റ്റാവേഷൻ കാരണം നമ്മുടെ ബോഡി മെലിയുന്ന ഒരു കണ്ടീഷനും ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് പറയുന്നതാണ് ഇഷ്കീമിക് അട്രോഫി. ഇഷ്കീമിക് അട്രോഫി എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് ഫ്ലോയിൽ അതറോസ്ക്ലീറോസിസ് കൊളസ്ട്രോളൊക്കെ വന്ന് അടിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ നമ്മൾക്ക് ബ്ലഡ് ബാക്കിയുള്ള ഓർഗൻസിലോട്ട് എത്തില്ല. അങ്ങനെ എത്തുന്ന ഒരു കണ്ടീഷനാണ് അത്. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക, നമ്മൾ ഷ്രങ്കനാവും സെല്ലുകളൊക്കെ. സോ ആ ഒരു കാര്യത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് ഇഷ്കീമിക് ആയിട്ടുള്ള അട്രോഫി. നെക്സ്റ്റ് ആണ് ഡിസ്യൂസ് അട്രോഫി. ഡിസ്യൂസ് അട്രോഫി എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി നമ്മുടെ ഫ്രാക്ചറൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്ലാസ്റ്റർ യൂസ് ചെയ്യുമല്ലോ കാലിൽ. സോ പ്ലാസ്റ്റർ യൂസ് ചെയ്തിട്ട് ഇത്ര ദിവസം കഴിഞ്ഞ് നമ്മൾ ഊരണ സമയത്ത് പ്ലാസ്റ്റർ വെച്ച് കെട്ടിയിട്ടുള്ള ലിംബും കെട്ടാത്ത ലിംബും തമ്മിൽ നോക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ കെട്ടിയ ലിംബ് ഭയങ്കര ചെറുതായതുപോലെ കാണാം. അതാണ് നമ്മൾ ഡിസ്യൂസ് ആയിട്ടുള്ള അട്രോഫിയിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിനർവേഷൻ അട്രോഫിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പോളിയോ പേഷ്യൻറ്റുകളിലൊക്കെ നമ്മൾ സാധാരണ നമ്മളൊരു സംഭവം നമ്മൾ നെർവ്സിലൂടെ നമ്മുടെ ബ്രെയിനിലോട്ട് ഇൻഫോർമേഷൻ വരുമ്പോഴാണ് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ബോഡി ചെയ്യുന്നത്. അപ്പോൾ പോളിയോ പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നെർവ്സിലൂടെ മെസ്സേജസ് പോവില്ല ബ്രെയിനിലോട്ട്. ഈ പറയുന്ന പോളിയോൻ്റെ കേസിൽ അതിൻ്റെ ഭാഗമായിട്ട് മസിൽ വാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അതാണ് ഡിനർവേഷൻ അട്രോഫി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസ്യൂസ് ആണ് നമ്മൾ പറഞ്ഞത്. അതെന്ന് പറയുന്നത് പ്ലാസ്റ്ററിൻ്റെ കേസിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിനർവേഷൻ അട്രോഫി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നതാണ് പ്രഷർ അട്രോഫി. പ്രഷർ അട്രോഫി എന്ന് പറയുന്ന അട്രോഫി നമ്മൾ ഒരു ബിനൈൻ ആയിട്ടുള്ള ട്യൂമർ കോസ് ചെയ്യുന്ന ഒരു പ്രഷർ കാരണം നമ്മൾ ടിഷ്യൂവിന് ഒരു ടൈപ്പ് അട്രോഫി ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ പ്രഷർ അട്രോഫി എന്ന് പറയുന്നത്. അതിനതിൽ മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ മൊത്തത്തിലുള്ള മോർഫോളജിക്കലായുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെല്ല് എപ്പോഴും ചുരുങ്ങിപ്പോവുമല്ലോ അല്ലേ. സോ അതാണ് ഇവിടെ മെയിൻലി കാണുന്ന ഒരു മോർഫോളജിക്കൽ ഫീറ്റ്. സോ അട്രോഫി എന്ന് പറയുന്നത് നമ്മൾ റിഡക്ഷൻ ഓഫ് നമ്പർ ആൻഡ് സൈസ് ഓഫ് ദ പാരൻകൈമൽ സെൽസ് ആണ്. ഒരു ബോഡിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനിലെ ഒരു പാർട്ടിലേക്കാണ് മെയിൻലി പറയുന്നത്. പാത്തോളജിക്കൽ ഫിസിയോളജിക്കലായിട്ട് നമ്മൾ രണ്ട് തരത്തിലാണ്. അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫിസിയോളജിക്കൽ നമ്മൾ പറഞ്ഞു ഗ്ലാൻഡുകളിൽ അട്രോഫി മെനോപോസിന് ശേഷം, ലിംഫോയിഡ് ടിഷ്യൂവിലുള്ള അട്രോഫി ബ്രെയിൻ്റെ സൈസ് കുറയുന്നു ഏജ് ആകുമ്പോൾ. പാത്തോളജിക്കൽ സ്റ്റാർവേഷനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് ഇഷ്കീമി ബ്ലഡ് നമ്മൾ അതറോസ്ക്ലീറോസിസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മെയിൻലി കൊളസ്ട്രോളൊക്കെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഷ്രങ്കനായി പോകും നമ്മുടെ സെല്ല്. അതാണ് ഇഷ്കീമിക് അട്രോഫി. പിന്നെ നമ്മൾ ഡിസ്യൂസ് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്റ്ററിൻ്റെ കേസും ആൻഡ് ഡിനർവേഷനിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഡിനർവേഷൻ അട്രോഫിയിൽ നമ്മൾ പറഞ്ഞത് എന്താ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ നെർവ് സപ്ലൈക്ക് ഡാമേജ് വരുമ്പോഴല്ലേ ഡിനർവേഷൻ അട്രോഫി വരുന്നത് പോളിയോൻ്റെ കേസിൽ. പിന്നെ പ്രഷർ അട്രോഫിയാണ് നമ്മൾ മെയിൻലി പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അട്രോഫീനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്കിൽ അറിയിക്കാനും ഒരിക്കലും മറക്കരുത്. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.